അങ്ങനെ സാമ്പാറിൻ്റെ കടുക് പൊട്ടിച്ചു, തക്കാളി വെണ്ടയ്ക്ക ഇട്ടു. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർക്കും കേട്ടോ. സാമ്പാർ പൊടി ചേർത്തു. പയ്യെ ഒന്നിങ്ങനെ മൂപ്പിക്കുക. പിന്നെ ഞാൻ കുക്കറിൽ കഷ്ണം എല്ലാം അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടാകും. ഇത് സാമ്പാറും ഈ സാമ്പാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചോറിന് കഴിക്കാം, എല്ലാത്തിനും കഴിക്കാം. ഈ തൃശ്ശൂർ ഭാഗത്തുള്ളവരാട്ടോ ഈ തേങ്ങ അരച്ച് സാമ്പാർ വയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളറൊരു മഞ്ഞ കളറായിരിക്കും. ഇത് ഞാൻ മഷി പോലെ അരച്ച തേങ്ങ സാമ്പാർ പൊടി ഒക്കെ ചേർത്ത് അരച്ചു. ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കണം. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഈ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാർ പല രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. പിന്നെ പുളിവെള്ളം ചേർക്കണം. കുറച്ച് പുളിവെള്ളം ചേർത്ത് ഇനി നന്നായിട്ട് തിളച്ച് വാങ്ങാറാകുമ്പോൾ ഇത്തിരി മല്ലിപ്പൊടിയും ചേർക്കുക. അങ്ങനെ സാമ്പാർ റെഡി ഉണ്ടോ. ഇതാണ് തേങ്ങ അരച്ച സാമ്പാർ. ഞാൻ ആദ്യം കഴിച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെ, ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ. രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ. പിന്നെ ഇത് ഞാൻ സിലോപ്പി ഇങ്ങനെ മുളക് തിരുമ്മി വെച്ച് വെക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വേണം ഇത് വറുക്കാൻ. അപ്പോൾ ഓക്കെ, ടാറ്റാ.